കാശി കിട്ടിക്കഴിഞ്ഞാൽ ഇട്ടിരുന്ന കാക്കി ഊരി കാട്ടിക്കളഞ്ഞ് കവച്ചു വെച്ച് കുനിഞ്ഞാരുടെ മുന്നിലും നിൽക്കാൻ റെഡിയായ ഒരു IPS കാരന്റെ കഥയാണ് നിങ്ങളിവിടെ കാണാനും കേൾക്കാനും പോകുന്നത്. താരെന്നല്ലേ പറയാൻ പോകുന്നു, ഒന്ന് സമാധാനപ്പെട്ടോ. സോ ഗൈസ്, അങ്ങ് തമിഴ്നാട്ടിലെ IPS പാസ്സായി കാട്ടിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഒരു ദഫാഗിൻ IPS ഓഫീസർ കാട്ടിൽ പിടിച്ചു വെച്ചിരിക്കുന്ന മന്ത്രിയെ മോളെ രക്ഷിച്ച് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ വാങ്ങുന്നത് കാണിച്ചാണ് പടത്തിന്റെ തുടക്കം. ഇതാണ് എന്റെ മാസ്റ്റർ ബേറ്റ് ഐറ്റം, മാസ്റ്റർ പീസ് ഐറ്റം. കാക്കി ഇട്ടാൽ ആഷു, കാക്കി ഊരിയാലും ആഷു. സോ ട്രാൻസ്ഫർ വാങ്ങി ചാർജ് എടുക്കാൻ വരണത് ഹമ്മറില്. എന്നിട്ട് അവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാരെ നാട്ടിലെ കള്ളന്മാരെ കയ്യിലെടുത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവിടുത്തെ റോബിൻഹുഡ് ടൈറ്റിൽ അണ്ണനങ്ങ് തൂക്കും. തിരുട്ടു പസങ്കകൾക്ക് കടവുളാണെങ്കിലും സ്വല്പം തങ്കച്ചിഭാസവുമുള്ള ആളാണ് നമ്മുടെ ഗതാനായകൻ. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. കാക്കിയിലാണെങ്കിലും കാശ് കിട്ടിക്കഴിഞ്ഞാൽ കാക്കി ഊരി കവച്ച് വെച്ച് കുനിഞ്ഞു നിൽക്കാൻ അണ്ണൻ കഴിഞ്ഞ ആ നാട്ടില് വേറെ ആളുള്ളൂ. രാവിലെ കാക്കി, രാത്രി ഊക്കി. അങ്ങനെ കാര്യങ്ങൾ ഒരു വിധത്തിൽ സ്മൂത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയക്കാരന്റെ അനിയൻ ഒരു പീഡന കേസിൽ അകത്താവുന്നത്. പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി അണ്ണൻ പോയി ആ കേസ് അങ്ങോട്ട് ഊരി കൊടുക്കും. ഇതില് കലികേറിയ കട്ടപ്പ കാക്കിയിട്ട കള്ളന്റെ കോളറിൽ പിടിച്ച് കാവാലം വിളക്ക 4 കൊടുത്തിട്ട് ഒരു റൂമിൽ കൊണ്ട് ചെന്നിട്ട് നടന്ന കഥകളൊക്കെ വിവരിച്ചു കൊടുക്കും. അവന്മാര് കാരണം മരിച്ച പെൺകുട്ടി വേറെ ആരുമായിരുന്നില്ല, അണ്ണന്റെ തങ്കച്ചിപ്പാസത്തിൽ മനസ്സിൽ കയറി കൂടിയിരുന്ന ആളായിരുന്നു അത്രേ. മനസ്സിലായില്ലല്ലേ? സോ നമുക്ക് കുറച്ച് ബാക്ക് സ്റ്റോറിയിലോട്ട് പോകാം. അതായത് ഈ മരിച്ച ആള് ഇതിന് മുന്നേ അണ്ണൻ അറിയാം, കാരണം ഒരിക്കലും വണ്ടി ഇടിക്കാൻ പോയപ്പോ അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരിയുടെ വായും ചെവിയും വർക്ക് ചെയ്യില്ല എന്ന് അണ്ണൻ മനസ്സിലാവുന്നത്. അന്ന് മുതൽ അവർ അണ്ണനും തങ്കച്ചിയും ആവുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ വന്ന അന്ന് തൊട്ടേ കട്ടപ്പ മാമനോട് കലി കൂടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ടപ്പ എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന മൊട്ടപ്പയുടെ സ്വന്തം തന്തയാണ്. ഈ തന്തയുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാക്കിയിട്ട സ്വന്തം കുടുംബത്തെക്കാൾ വലുതാണ് അയാൾക്ക് ഡ്യൂട്ടി. അങ്ങനെ ഒരിക്കലും ഇവന്റെ അമ്മയ്ക്ക് വയ്യാതായപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടെ വരാതെ ഡ്യൂട്ടിക്ക് പോവുകയും ആ ഹോസ്പിറ്റലിൽ വെച്ച് അവന്റെ അമ്മ മരിക്കുകയും ചെയ്യും. അന്ന് മുതൽ ഇന്ന് വരെ സ്വന്തം തന്തയുടെ എതിരെയാണ് അവൻ നിൽക്കുന്നത്. നിങ്ങളിപ്പോ വിചാരിക്കും അവൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ലെന്നും. എന്നാൽ കട്ടപ്പ മാമൻ പോയത് വെറും ഒരു മന്ത്രിക്ക് എസ്കോർട്ട് ആവാൻ വേണ്ടി ആയിരുന്നില്ല. ആ ഏരിയയിൽ ഏതോ ഒരു സ്കൂളിൽ ബോംബ് വെച്ച് നശിപ്പിക്കാൻ കുറെ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നും പിള്ളേരെ രക്ഷിക്കാൻ പോകുന്നത് കൊണ്ടാണ് അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തത്. അങ്ങനെ കഥകളെല്ലാം കേട്ട് മാനസികമായി തളർന്ന രാഘവേണ്ണൻ ശബരിമലയ്ക്കും പളനിക്കും പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ലോക്കൽ ബാർബറിനെ കൊണ്ടുവന്ന് തലമൊട്ടയടിച്ച് അന്ന് മുതൽ ശരിക്കുള്ള പോലീസുകാരനായി പണി തുടങ്ങുകയാണ്. അങ്ങനെ തെളിവ് നശിപ്പിക്കാൻ വരുന്ന രാഷ്ട്രീയക്കാരന്റെ കുണ്ടകളിൽ നിന്നും ഇങ്ങേരെ രക്ഷിക്കുന്നു. യവൻ തോന്നറ മനുഷ്യന്റെ ശരീരം കൊണ്ട് എറിപ്പന്ത് കളിക്കണ. അങ്ങനെ അവിടുത്തെ ഇടിക്ക് ശേഷം ഇങ്ങേരെ വിളിച്ച് 2 മാസ് ഡയലോഗുകൾ കാച്ചി അടിച്ചതിന് ശേഷം അങ്ങേര് കുളിക്കാൻ പോണു. പിന്നെ ഇങ്ങേർക്കൊരു പ്രത്യേകത ഉണ്ട്. കാക്കി എന്ന് വെച്ചാൽ അറപ്പാണ് ഇങ്ങേർക്ക്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും. അങ്ങനെ മൊട്ടപ്പ തൂക്കിയ വില്ലന്മാരെ ബെയിൽ കൊടുത്ത് ഇറക്കാൻ വന്നപ്പോ അണ്ണൻ കാണിച്ചു കൂട്ടുന്ന കുറച്ച് വേലത്തരമുണ്ട്. என்ன சார் இதெல்லாம்? பெயில் கொடுக்கலன்ற கோவத்தால எங்க ஸ்டேஷன்ல இருக்க பொம்பளை போலீஸ் கிட்ட ரொம்ப தவறா நடந்துருக்கீங்க. ഇത് കഴിയുമ്പോ അടുത്തവന്മാർ വരും. என்ன சார் கேக்குற காலையில விளையாடுறீங்களா? பெயில் எடுத்தவங்க உள்ளத்துக்கு போட்டுருக்கீங்க. இந்தாங்க அவங்களுக்கு சேர்த்து பெயில். അങ്ങനെ വില്ലന്മാരെ ഇറക്കാൻ ശരിക്കുള്ള വില്ലൻ വരുന്നു. പക്ഷെ അയാൾക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിച്ച് ബേബേ ആണല്ലോ. പക്ഷെ കേറാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് കുണ്ടിത ആള് കാണില്ലെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി കയറും. എന്നിട്ട് അവിടുന്ന് കുറെ മാസം കാണിച്ച് ഇറങ്ങി പോകും. ഇപ്പോഴാണ് വേറെ ഏതോ ഒരുച്ചിയുടെ കൂടെയുള്ള ഐറ്റം ഡാൻസ് കളി കണ്ട് ഈഗോ അടിച്ച പക്കി ചേച്ചി അവിടെ റാംവാക്ക് നടത്തി കയറി വരണത്. അത് പോലീസ് സ്റ്റേഷൻ അതുപോലെ കൂൾ ബാർ ആണോ അവിടെ? എന്നിട്ട് അവിടെ വന്ന് കൊണവാധികാരം അടിച്ചതിന് ശേഷം ഫോർമൽ ഷൂസ് ഇട്ട് അടുത്ത ഡാൻസ്. അങ്ങനെ പണ്ട് കൊല ചെയ്ത കൂടപ്പിറപ്പിനെ കയ്യിലുള്ള പൈസ കൊടുത്ത് പാർലമെന്റ് അംഗമാക്കാൻ നോക്കിയ വില്ലൻ സാറ് മൊട്ടത്തലേനെ വിളിച്ച് വേറൊരു കാര്യം പറയും. അനിയൻ ചെയ്ത കൊലപാതകത്തിന്റെ പ്രൈം വിറ്റ്നസിനെ തൂക്കിയെന്നും അടുത്ത മണിക്കൂറിൽ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു. ഇതെന്തോന്നറ അരി പൊടിപ്പിച്ച് പുട്ടുണ്ടാക്കണം മാതിരിയാ കല്യാണം എന്നൊക്കെ പറയാൻ. അപ്പോഴാണ് മൊട്ട എണ്ണന്റെ അടുത്ത ഡിസ്. അയാളുടെ കയ്യിലുള്ളത് പ്രൈം വിറ്റ്നസ് ആണെങ്കിൽ മൊട്ടപ്പയുടെ കയ്യിലുള്ളത് മെയിൻ വിറ്റ്നസ് ആണെന്ന്. അങ്ങനെ അവന്മാരെ തൂക്കാൻ ചെന്നപ്പോഴാണ് ഏതാ ഒരു മൂപ്പിലാന്റെ കാലിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് അറിയുന്നത്. ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ ആ മുതുക്കന്റെ ഏരിയ ചെന്ന് കുറെ എണ്ണത്തിനെ റോട്ടിയിട്ട് ചവിട്ടി തൂറിപ്പിച്ചിട്ട് ഒളിച്ചവന്മാരെ പൊക്കി വെളിയിൽ ഇറങ്ങുമ്പോഴാണ് മരണം തൊട്ടു മുമ്പ് എത്തുമ്പോ പേടിച്ചൊരളിഞ്ഞ മോന്തേ നിൽക്കും ഇതുപോലെ. അപ്പോഴാണ് അണ്ണന്റെ അടുത്ത ഐറ്റം. കൂടെ നിന്നവനെ ഫാൻ ആക്കിയിട്ട് മെയിനിരയെ പൊക്കാൻ അവന്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴുണ്ട് കറക്റ്റ് കക്കൂസിരിക്കണ എക്സ്പ്രഷൻ. അങ്ങേറ്റ ലോക്കൽ ഗുണ്ടോട്ട് അങ്ങേറ്റ സെൻട്രൽ മിനിസ്റ്റർ വരെ അവിടെ പിത്തളിച്ചിരിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യിലിരുന്ന തോക്കോണ്ട ഉണ്ട തീരണവരെ അവിടെ എല്ലാം വെടിവെച്ച് പൊട്ടിച്ചൊരു എംബ്ലം കൂടിയ ഭിത്തിയിൽ പണിഞ്ഞങ്ങ് വെക്കും. കോഴിത്തരവും കാടത്തരവും മാത്രമല്ല, സ്വല്പം വരെയും അദ്ദേഹത്തിന് വശമുണ്ടേ.
இவ்வளவு நடந்த அப்புறம் கூட உனக்கு லாஜிக் கேக்குதா? ഓ ലോജിക്കിന്റെ ആവശ്യമൊന്നും ഇല്ല അണ്ണാ. சாமியே சைக்கிள்ல போதான் பூசாரிக்கு bullet கேக்குதா? അപ്പോഴാണ് തൂക്കം വന്നവന് അപസ്മാരം വന്ന് പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് മൊട്ടപ്പ തിരിച്ചറിയുന്നത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം ഒരു കന്നാസിൽ ടാങ്ക് വെള്ളം കലക്കി കൊണ്ടുവന്നത്. അത് നേരെ വീൽ ചെയർ ഇരുന്നവന്റെ അണ്ടിയാപ്പീസിൽ ഒഴിച്ച് ലൈറ്റർ ഇട്ട് കത്തിക്കും. ഈ ലൈറ്റർ എവിടെ നിന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ மேட்ச் பாக்ஸ் We are doctors. only lighter. ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറയുന്ന ടീമുകളാണ്. അണ്ടിയാപ്പീസ് പോയാൽ പിന്നെ എന്ത് അഭിനയം. അപ്പോഴേ ഇട്ടിരുന്ന നിക്കർ ഒഴിച്ച് ബാക്കിയെല്ലാം ഊരി എറിഞ്ഞ് പോലീസുകാരുടെ അടി ഇടിയും ചവിട്ടും വാങ്ങിച്ച് കൂട്ടി പോലീസുകാർ എടുത്തോണ്ടങ്ങ് പോകും. രജനീകാന്ത് പോലും ഇമാതിരി കറക്കിയിട്ടില്ലല്ലേ. പിന്നെ അതിന്റെ സക്സസ് പാർട്ടി തന്തേ മോനും തമ്മിലുള്ള ഇമോഷണൽ പാർട്ടി, അത് കഴിഞ്ഞ അടുത്ത ഡാൻസ് വിത്ത് ഫോർമൽ ഷൂ. ഇത് കഴിഞ്ഞപ്പോഴായിരുന്നു അനിയനെ പൊക്കിയതിന് കോളേജ് പിള്ളേരെ ഇറക്കി ക്രമസമാധാനം നഷ്ടപ്പെടുത്തിയുള്ള അങ്ങേരുടെ അടുത്ത വേലത്തരം. ലവൻ എന്തൊരു കാണിക്കണം. ബസ് അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞപ്പോ ഹോക്കി സ്റ്റിക്ക് വെച്ച് ബസ്സിന്റെ മണ്ടേ കയറി തവലോട്ടി കളിക്കണ. செல்போன் டவர் மேல இருந்து குதிச்சு தற்கொலை பண்ணிப்போ. യവനൊക്കെ ഏത് കോളേജ് പോയിണ്ടാ. മോന്തേലെ പൂട അടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പ്രായം കുറയുമെന്ന് പൊട്ടൻ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും 50 രൂപയ്ക്ക് ഒരു ചായം കടിക്കും, ഇതൊക്കെ ധാരാളം. വീട്ടിൽ നിന്ന് പഠിക്കാൻ വിട്ടവന്മാര് റോട്ടി ഇറങ്ങി ഇമാതിരി പോക്കൃത്തരമാണ് കാണിക്കണേന്ന് പറഞ്ഞ് അവന്റെയൊക്കെ അമ്മച്ചിമാരെ വിളിച്ചു വരുത്തി അതേ അമ്മച്ചിമാരെ വെച്ച് തന്നെ അവനെയൊക്കെ ഒതുക്കുന്നു. ഇതോടുകൂടി മൊട്ട എണ്ണന് ഒടുക്കത്തെ ഫാൻ ബേസ് കയറും. ചേച്ചി വേറെ മൂടില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലം വരെ ആകും. ഇതിനു മുന്നേ സാക്ഷി പറഞ്ഞ മെയിൻ വിറ്റ്നസിനെ തട്ടിയിട്ട് തന്തേനെയും പെണ്ണും പിള്ളേയും പൊക്കി ഏതാ ഗോഡൌണിൽ ഇതെന്തോന്നറ കാടക്കോഴി പൊരിച്ചിട്ട് തൂക്കിയിട്ടേക്കണം. അപ്പോഴാണ് കട്ടപ്പ ഇങ്ങനെ അനിയനെയും ബാക്കിയുള്ളവന്മാരെ തട്ടിയെന്ന് വിശദീകരിക്കുന്നത്. അങ്ങനെ ഇതിന്റെ കലിപ്പിൽ അവിടെ ഇരുന്ന കുറെ പാട്ടയും ചവിട്ടി പൊട്ടിച്ചിട്ട് കത്തിയെടുത്ത് കട്ടപ്പ എണ്ണന്റെ കൊടല് കുത്തി വെളിയിടും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇയാൾ ഓടിക്കൊണ്ട് വന്നിട്ട് അയാളുടെ കൊടവേറിന് പകരം അപ്പുറത്തിരിക്കുന്ന കന്നാസിനിട്ടാണ് കുത്തിയെന്ന് മാത്രം. അപ്പോഴാണ് അവിടെ ക്വാത്തിൽ തീ പിടിച്ച മാതിരി അണ്ണ ഓടി വരണത്. പിന്നെ അവിടെ അടി ഇടി ஏய் காப்பாத்து எப்படி காப்பாத்த முடியும்? இவனுங்களை எல்லாரையும் போட்டு தள்ளிட்டா உன்னை காப்பாத்த முடியும். நடுவுல பாம்பு சிதறா போய் சாரை சத்தம் போட சைலண்ட். അത് നേരത്തെ അവന്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയാന്തോ. ഇതെല്ലാം കഴിഞ്ഞ് കട്ടയം പട ഊരിത്തെറിച്ച കട്ടപ്പേ ചെന്ന് മൊട്ടപ്പ തൊടുമ്പോ ഹാർട്ടിന് മാത്രം കംപ്ലൈന്റ് ഇല്ല എന്നറിയുന്നു. ഉടനെ അടുത്ത വൈദ്യശാലയെ കൊണ്ടുപോയി കഷായം വാങ്ങിച്ചു കൊടുത്ത് റെഡിയാക്കും. ഇതോടുകൂടി കാക്കിക്കുള്ളിലെ കാരത്തുപ്പിയ കൊണച്ച കോപ്രായം ഖത്തം. ടാറ്റ. ഞങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ?